നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനെ കൂടെ നീക്കരുത്. ഇങ്ങോട്ട് നീങ്ങിക്കടാ. നിന്നോടാ പറഞ്ഞ നീങ്ങി നിൽക്കാൻ. വാടാ ഇങ്ങോട്ട്. പറഞ്ഞനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലടാ. അടങ്ങി നിന്നോണം. വിഷ്ണു വിഷ്ണു എന്തുവാണോ നിങ്ങൾ കാണിക്കുന്നത്? വിഷ്ണു പിടി വിടറാ. വിഷ്ണു മാറി അങ്ങോട്ട് നോക്കണം. പോലീസിനോടാണോ കോപ്പ നിന്റെ കളി? സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടാക്കി മാത്രം മതി. ഈ മൂന്നിനെ പായെ കെട്ടിപ്പൊതിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് എടുക്കൂ. മുകളിലുള്ള എല്ലാ എമ്മന്മാരോടും അതിനുള്ള സമാധാനം പറഞ്ഞിട്ടാണ് ചന്ദ്രബോസ് ഇവിടെ നിൽക്കുന്നത്. നിനക്ക് ചന്ദ്രബോസിനെ അടിക്കണം അല്ലടാ. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനെ പോലീസുകാരെ ബഹുമാനിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിച്ചാടാ. ഓഫീസർ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഒന്ന് പിടയ്ക്കാതെ നിൽക്കണോ? കഴിഞ്ഞു. ഇവരെ തൂക്കിയെടുത്ത് സെല്ലിയറോ. വാടാ ഇങ്ങോട്ട്. ചന്ദ്രബോസ് ഇങ്ങോട്ട് വാടാ. നടക്കടാ. നടക്കടാ അങ്ങോട്ട്. അങ്ങോട്ട് കേറാ. കൂടോ. പോലീസിന്റെ അല്ല KSCBയുടെ കാക്കി ഉണ്ടാലും മുട്ടടിക്കണോ ഇനി ഇവന്? സത്യമാ പേടിച്ചു പോയോ? അതെ, എന്റെ തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയപ്പോ ഞാൻ പേടിച്ചില്ല ചന്ദ്രബോസെ. പക്ഷേ എന്റെ മകന്റെ ദേഹത്ത് നീ കൈവച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. അതാണ് പേടിച്ചത് എന്റെ മകനെ ഓർത്തല്ല ചന്ദ്രബോസെ, നിന്നെയും നിന്റെ പോലീസുകാരെ ഓർത്താടാ. വിഷ്ണു നിങ്ങൾക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ ഓർത്താ. സത്യഭാവയ്ക്ക് പിന്നെ ഡയലോഗിനൊന്നും പഞ്ഞുണ്ടാവില്ലല്ലോ. കാലം മാറി സത്യഭാവേ. രാജഭരണവും മാടമ്പിത്തരമൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. അത് നായ തനിയെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ സംഘടിച്ച് പേപ്പട്ടിയാന്നും പറഞ്ഞ് തല്ലിക്കൊല്ലും. ആ സൈസ് ഒന്നോ അവിടെ അകത്ത് കിടക്കുന്നത്. ചന്ദ്രബോസേ, ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഓ, പറഞ്ഞോളാം വക്കീലേ. ഇവിടെ തൊട്ട പൊള്ളുന്ന ഏമാമാരാരെങ്കിലും മുകളിലുണ്ടോന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടാ ചന്ദ്രബോസ് കളിക്കാൻ ഇറങ്ങിയതേ. ഇതെന്റെ ഒരു വാശിയായിരുന്നു സത്യഭാമേ. ഒരു മന്ത്രിയെ കൊണ്ടുവന്ന് നിങ്ങൾ ഇവനെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോയി ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ മകന്റെ നേരത്ത് ഒരു നുള്ളു പൂഴി വീഴാൻ സമ്മതിക്കത്തില്ലെന്നോ? അങ്ങനെ ഉണ്ടായ നിങ്ങൾ എന്നെ ഈ ഭൂമിയിൽ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് കളയുന്നോ? നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കൊണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചതാ. എന്റെ ലോക്കപ്പിൽ, എന്റെ കസ്റ്റഡിയിൽ അവനിപ്പോ. വേണമെന്ന് വെച്ചാൽ ഒരു നുള്ളല്ല, ഒരു ലോഡ് പൂഴി കൊണ്ട് അവന്റെ പുറത്ത് ഞാൻ തട്ടും. നിങ്ങൾ എന്നെ ഷേവ് ചെയ്ത് കളയൂ. മൈൻഡ് യുവർ വേർഡ്സ് ഓഫീസർ. പോലീസുകാരുടെ നാവിലെ ഇത്രയും നേരം ഭാഷയൊക്കെ വരുവക്കില്ലേ?
അത് ഏത് കോടതി പഠിപ്പിക്കാൻ വന്നാലും. ഈ സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എനിക്കെതിരെയുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടി കോടതിയിലേക്ക് പായുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ വക്കീലേ. ആ കൂട്ടത്തിൽ ഒരു കേസും കൂടെ ആയാലും അധികം ആവില്ലടോ. പക്ഷേ ഇപ്പൊ ഇവിടെ നടന്നതിന്റെ തിരക്കഥയൊക്കെ നേരത്തെ തന്നെ റെഡിയാ. സ്റ്റേഷൻ ആക്രമണം, പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂണിഫോം അണിഞ്ഞ പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുക, സ്ഥലവും കഥാപാത്രവും ഒക്കെ എഴുതി ചേർത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഴുതി. ഇനി സമയം കൂടി ചേർത്താ മതി. സമയം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. ഓ, ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ നാശത്തിന്റെ സമയോ. ഈ നിമിഷം ഓർത്ത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ ഖേദിക്കും. ഓ ആയിക്കോട്ടെ. വാ അർജുൻ. ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കും. മിനിസ്റ്റർ വെയിറ്റിംഗിലാണ്. എന്നാ ഞാൻ ഇറങ്ങാം മോളെ. അയ്യോ, സാറ് തിരക്കിട്ട് പോവൊന്നും വേണ്ട. മീറ്റിംഗിൽ വേറെ ആൾക്കാരുണ്ട്, അവരത് തുടങ്ങി വെച്ചോളും. എന്നാലും മിനിസ്റ്ററെ ഒന്നും വെയിറ്റ് ചെയ്യിക്കണ്ട മോളെ. അവരുടെ സമയത്തിനൊക്കെ വിലയുള്ളതല്ലേ. എനിക്കാണെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പറയാനുമില്ല. അതിപ്പോ കുറുപ്പ് സാർ ഇവിടെ വരെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലല്ലോ, മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല. പിന്നെ മോളുടെ സമയത്തിനും വിലയുണ്ട്. മോള് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് മോളെ ആവശ്യമുണ്ട്. അന്ന് ശാരദാമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിന്ന 5 വയസ്സുകാരിയല്ലല്ലോ മോളിപ്പോ. ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ മോള് പഠിച്ചു. എന്നാ ഞാനങ്ങോട്ട്. സർ, കാറിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ശീലമില്ലല്ലോ. നടക്കാൻ പറ്റുന്ന കാലത്തല്ലേ നടക്കാൻ പറ്റൂ. കിടപ്പിലായി കഴിഞ്ഞാൽ ആളും ആരും ഒന്നും ഉണ്ടാവില്ലല്ലോ. മോളെ, ദൈവത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണോ അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന് നേരം കിട്ടുമ്പോ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.